കക്കരി ഈത്തപ്പഴം കൂടി ഒരുമിച്ച് കഴിച്ചാൽ എന്താ സംഭവിക്കുക? ഒരിക്കൽ മുത്തുനബി തങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കയ്യിലുണ്ടായിരുന്നത് ഈത്തപ്പഴം കക്കരിക്കയാണ്. രണ്ടും കൂടി ഒരുമിച്ചാണ് കഴിക്കുന്നത്. ഇത് കണ്ടിട്ട് അബ്ദുല്ലാഹിബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു തങ്ങളോട് ചോദിക്കുകയാണ്, തങ്ങൾ എന്തിനാ ഇത് രണ്ടും കൂടി ഒരുമിച്ച് കഴിക്കുന്നത്? അപ്പോൾ മുത്തുനബി അതിനൊരു കാരണം പറഞ്ഞു. കക്കരി ശരീരത്തിന് തണുപ്പ് നൽകുന്ന ഭക്ഷണമാണ്, ഈത്തപ്പഴം ആവട്ടെ ചൂടും. ഇത് രണ്ടും കൂടി ഒരുമിച്ച് കഴിക്കുമ്പോൾ ഒന്നിൻ്റെ എഫക്റ്റ് മറ്റൊന്ന് ബാലൻസ് ചെയ്യും. ഇതായിരുന്നു തങ്ങളെ വിശദീകരണം. പക്ഷേ ഈ കഥയിലെ ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗം ഇതൊന്നുമല്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹു മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള ഒരാളായിരുന്നു. ശരീരം നന്നാവാൻ വേണ്ടി, ശരീരഭാരം കൂടാൻ വേണ്ടി ഉമ്മ പല ഭക്ഷണ സാധനങ്ങളും മരുന്നൊക്കെ കൊടുത്തു. പക്ഷേ അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യം ഉണ്ടായില്ല. അവസാനം മുത്തുനബി ഒരു ഉപദേശം കൊടുക്കുകയാണ്, ഇത് രണ്ടും കൂടി ഒരുമിച്ച് കഴിക്കാൻ, ഈത്തപ്പഴം കക്കരിക്കും. അങ്ങനെ അവരത് കഴിക്കാൻ തുടങ്ങി. പിന്നീട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹു പറയണത് തൻ്റെ ആരോഗ്യത്തിലും ശരീരഭാരത്തിലും മാറ്റം ഉണ്ടായി എന്നാണ്. ഇന്ന് പലരും ഡയറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ ഫുഡിൻ്റെ മെനു പല രീതിയിലും കൺട്രോൾ ചെയ്യലുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഈ ഒരു സംഭവം ഒരു കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ചരിത്രത്തിലെ ചില സംഭവങ്ങൾ വെറും കഥ മാത്രമല്ല, അത് ഇന്നും നമ്മളെ ചിന്തിപ്പിക്കുന്ന അറിവുകളാണ്. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട, വെറുതെ ആവില്ല.